അഫോർഡബിളായിട്ടൊരു ജേർണലിംഗ് സെറ്റ് ഉണ്ടാക്കിയാലോ? ഏത് ജേർണൽ എടുത്താലും അതിലൊരു സ്റ്റിക്കേഴ്സ് നിർബന്ധമാണ്. അപ്പോൾ നമുക്കിന്ന് സ്റ്റിക്കറിൽ തന്നെ തുടങ്ങാം. സ്റ്റിക്കറിന് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു A4 സൈസ് പേപ്പർ എടുത്ത് അതിൽ നമുക്ക് തോന്നുന്ന രീതിയിൽ ഒരു കുറച്ച് പൂവ്, കായ്, ഇല, ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. വരയ്ക്കാൻ അറിഞ്ഞിടാത്തവർ അച്ചെടുത്താലും മതി കേട്ടോ. ഞാൻ ഗൂഗിളൊക്കെ നോക്കിയൊക്കെയാണ് കുറച്ച് പടങ്ങളോട് വരയ്ക്കുന്നുണ്ട്. നമുക്കിനി പെൻസിലിട്ട് വരച്ച് ഈ ഒരു ഫിഗറിനെയെല്ലാം നമുക്കൊരു CD മാർക്കർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്കെച്ച് കൊണ്ടോ ഒന്ന് ഡാർക്കായിട്ട് നമുക്ക് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. നമുക്കിനി ഇത് കളർ ചെയ്തെടുത്താലോ? കളേഴ്സ് കണ്ടപ്പോൾ മനസ്സിലായി കാണും എന്താണ് തീമെന്ന്. നമ്മുടെ ജേർണലിൻ്റെ തീം ഒരു വിൻറ്റേജ് തീം തന്നെയാണ്. ജേർണലിങ്ങിൽ വിൻറ്റേജ് തീമിന് വലിയൊരു സ്ഥാനം തന്നെ ഉണ്ടല്ലേ. ഇനി കളർ ചെയ്തതെല്ലാം നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടത് കുറച്ച് വൈറ്റ് പോർഷൻ വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിപ്പോൾ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്ത് എനിക്കിതാണ് കുറച്ചും കൂടി എളുപ്പം അതിൽ വച്ച് കട്ട് ചെയ്യുന്നത് അങ്ങനെ. അതുകൊണ്ട് ഞാൻ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് കുറച്ച് വൈറ്റ് പോർഷൻ കാണുന്ന രീതിയിൽ നീക്കി വേണം കട്ട് ചെയ്തെടുക്കാതെ, നമ്മൾ ആ ബ്ലാക്കിലോട് ചേർന്ന് കട്ട് ചെയ്തെടുക്കാതെ. അങ്ങനെ അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിക്കർ ഉണ്ടാക്കേണ്ട ലാസ്റ്റ് സ്റ്റെപ്പ് എത്തിയിട്ടുണ്ട്. സെലോ ടേപ്പിലോട്ട് നമ്മൾ ഈ വരച്ച പടങ്ങളെല്ലാം ഒട്ടിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ സ്റ്റിക്കർ റെഡിയാകുന്നത്. സെലോ ടേപ്പിൻ്റെ രണ്ട് സൈഡും സെലോ ടേപ്പ് വെച്ച് തന്നെ ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുകയാണെങ്കിൽ സെലോ ടേപ്പ് അനങ്ങാതെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. ശേഷം കട്ട് ചെയ്തെടുത്ത പടങ്ങളെല്ലാം നമുക്ക് തല തിരിച്ച് ഇതിലോട്ട് ഒട്ടിക്കാം. എനിക്കിടയ്ക്ക് മാറിപ്പോകുന്നുണ്ട്. ഞാൻ നേരെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാറിപ്പോകരുത് ഒരിക്കലും, തല തിരിച്ച് തന്നെ ഒട്ടിക്കണം കേട്ടോ. ഇനി ഇവയെല്ലാം കുറച്ച് സെലോ ടേപ്പ് പുറത്തോട്ട് വരുന്ന രീതിയിൽ ആക്കി കട്ട് ചെയ്യുക. അതാകുമ്പോൾ നമുക്കവിടെ ഒട്ടിയിരിക്കത്തുള്ളൂ. അതുകൊണ്ട് ആ രീതിക്കൊന്ന് വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കണം. കുറച്ച് വൃത്തി കുറവുണ്ട്. അങ്ങനെ നമ്മൾ ആ സ്റ്റിക്കേഴ്സ് എല്ലാം അതിലങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ജേർണൽ ചെയ്യാനുള്ള സ്റ്റിക്കേഴ്സ് എല്ലാം റെഡിയായി. ഇനി അടുത്തത് നമ്മുടെ വാഷിംഗ് ടേപ്പാണ്. വാഷിംഗ് ടേപ്പ് നമ്മൾ 3 ഉണ്ടാക്കുന്നുണ്ട്. അത് സെയിം A4 സൈസ് പേപ്പർ എടുത്ത് 1 സെൻറ്റിമീറ്റർ നീളത്തിന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഈ ജേർണലിംഗ് സെറ്റ് മെയിനായിട്ട് ചെയ്യാൻ കാരണം ഞാൻ ഇന്ന് വരെ ജേർണലിംഗ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ചെയ്യുമ്പോൾ എങ്ങനെ ആകുമെന്നൊന്നും ഒരു പിടുത്തമില്ല. അതിന് വേണ്ടിയിട്ട് ഇത്രയും വില കൂടിയ ഐറ്റംസൊക്കെ വാങ്ങിച്ച് എന്തിനാണ് വെറുതെ കളയുന്നത്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ചെയ്ത് നോക്കിയിട്ട് പിന്നീട് അത് വർക്കൗട്ട് ആകുന്നുണ്ടെങ്കിൽ നമുക്ക് 400-300 കൊടുത്ത് വാങ്ങാമെന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ ഇത് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. ഇത്രയും പൈസ കൊടുത്ത് വാങ്ങാനും ഫസ്റ്റ് ടൈം ചെയ്യുന്നവരും അവർക്കൊക്കെ നല്ല യൂസ്ഫുള്ളായിരിക്കും കേട്ടോ ഈ വീഡിയോ. ഈ ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ജേർണലിംഗ് 3 വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത് കേട്ടോ. ഒന്ന് നമ്മുടെ ഈ വീഡിയോ, രണ്ടാമത്തെ നമുക്കിതിന് വേണ്ടിയിട്ടൊരു ബുക്ക് പ്രിപ്പയർ ചെയ്യണം. നമുക്കിത് ചെയ്യാൻ വേണ്ടി ഒരു ബുക്ക് വേണ്ടേ, അപ്പോൾ അതിനുള്ള ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിനുശേഷം നമ്മൾ ആ ബുക്കിലോട്ട് ഇതെല്ലാം വെച്ചിട്ട് ഒരു ചെറിയ ജേർണലിംഗ് ചെയ്യുന്നതായിട്ട്. അപ്പം 3 വീഡിയോയും മറക്കാതെ എല്ലാവരും കാണാൻ ശ്രമിക്കുക, ബിഗിനേഴ്സ് എല്ലാവരും. അങ്ങനെ വാഷിംഗ് ടേപ്സ് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട് 3. എനിക്കിഷ്ടമുള്ള 3 ഡിസൈനിലാണ് ഞാൻ വരച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം. അടുത്ത നമ്മുടെ മെയിൻ ഇതാണ് ബുക്ക് മാർക്ക്. ഇത് വേണമെന്നുള്ളവർക്ക് ചെയ്താൽ മതി. എനിക്ക് പിന്നെ ചെയ്യണമെന്നൊരു ചെറിയ താല്പര്യം തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ, കുഴപ്പമില്ല. ഇതിന് ഞാൻ സെയിം A4 സൈസ് പേപ്പർ തന്നെയാണ് എടുക്കുന്നത്. ജസ്റ്റ് എനിക്കൊരു ക്ലൗഡിൻ്റെ രീതിയിലുള്ളൊരു കുറച്ചൊരു തോന്നിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു. സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്ത് അത് കട്ട് ചെയ്ത് അവിടെ നമ്മൾ ഒട്ടിക്കണതിനകത്തോട്ട് വെച്ച് ഒട്ടിക്കുകയാണ്. അങ്ങനെ ഒരു സൈഡ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച സ്റ്റിക്കേഴ്സിനെ ഒട്ടിച്ചാലോ. ആ ലവ് എന്ന് പറയുന്ന ആ കുറച്ച് ലെറ്റേഴ്സിനെ ഞാൻ എടുത്ത് ഇതിലോട്ട് ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുള്ള ആ ഒരു ഇതും നമ്മൾ സെയിം പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് ഒട്ടിക്കുകയാണ്. ശേഷം ഈ 2 പേജും കൂടെ ചേർത്ത്
ഒട്ടിച്ചെടുക്കാം. ഞാൻ കുറച്ച് കോട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ ഡെക്കറേറ്റ് ചെയ്യാം. സ്റ്റിക്കർ ഒട്ടിക്കാം, പടം വരയ്ക്കാം, എന്ത് വേണോ ചെയ്യാം. ഈ ബുക്ക് മാർക്കും ഞാനൊരു ചെറിയ വിൻറ്റേജ് തീമിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശമൊക്കെ നമ്മുടെ ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്. അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിസിൻ കവറാണ്. നമ്മൾ മെഡിസിനൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കവറിനെ ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ കത്തിച്ച് അങ്ങനെ എടുക്കുകയാണ്. ഇത് നമുക്ക് ആവശ്യം വരും, നമുക്ക് ചെയ്ത് വയ്ക്കാം. ഇത് നമ്മുടെ വിൻറ്റേജ് തീമിൽ വരുന്ന ഒരു മെയിൻ ഐറ്റംസിലൊക്കെ വരുന്ന ഒന്നാണിത്. അടുത്ത് നമ്മൾ മെഡിസിൻ വാങ്ങുമ്പോൾ കിട്ടുന്ന പേപ്പറാണ് എടുക്കുന്നത്. അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് സ്ക്വയറാക്കി എടുത്ത് വെർട്ടിക്കലും ഹൊറിസോണ്ടലായിട്ട് നമുക്ക് ലൈൻസ് വരയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ബാക്കി 2 എണ്ണം പിറകെ വരുന്നുണ്ട്, അത് നിങ്ങൾ കാണാൻ മറക്കരുത്. അത് നമുക്ക് ഈ ജേർണൽ ചെയ്യാനുള്ള ബുക്കും നമ്മുടെ ജേർണലിങ്ങുമാണ് നമുക്ക് ആ 2 വീഡിയോയിലായിട്ട് വരുന്നത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.